കൂട്ടുകാരെ, നമുക്കിന്നൊരു മഷ്റൂം ഫ്രൈ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയാണ്. ഇവിടെ ഇങ്ങനെയാണ് കിട്ടുന്നത്, ബോക്സിനകത്താണ് കിട്ടുന്നത്. ഇവിടെ ഇതിന് അണബേന്ന് പറയും, കന്നഡയിലെ അണബേന്ന് പറയും, തമിഴിലെ കാളാണെന്ന് പറയും, നമ്മുടെ മലയാളത്തിലെ കൂണെന്ന് പറയും, കുമിളെന്ന് പറയും. പക്ഷെ ഞങ്ങൾ കണ്ടിട്ടുള്ള ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ വന്ന് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഈ മഴയൊക്കെ പെയ്യുമ്പം മണ്ണിനകത്തുനിന്ന് ഇങ്ങനെ പൊട്ടിക്കിടിച്ചാൽ കുടയായിട്ട് വരും, ഒരു തണ്ട് പോലെ ഇങ്ങനെ വന്ന് മേളിക്കുടയായിട്ട് വരും. അതൊക്കെ നല്ലതായിരുന്നു. ഇതിപ്പം ഇവിടെയൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് വളർത്തുന്നതാണല്ലോ. അപ്പം ഇത് ഒരു ബോക്സിന് ഇപ്പം 40 രൂപയാണ്. ഇപ്പം നമ്മൾ 3 ബോക്സായിട്ട് മേടിക്കുകയാണെങ്കിൽ 100 രൂപയ്ക്ക് അവർ തരും. അപ്പം എനിക്കിത് ഭയങ്കര അലർജി, അത് കാരണം ഞാൻ കഴിക്കത്തില്ല. ഇപ്പം 2 ബോക്സ് മേടിച്ചുള്ളൂ. 2 ബോക്സ് ഇപ്പം അറിയുന്നവരായതുകൊണ്ട് എനിക്ക് 70 രൂപയ്ക്ക് തന്നിട്ടുണ്ട് ഇത്. അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നല്ലതായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തു. കാളാണെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കാളാണ്, കുമിള്, നമ്മുടെ മഷ്റൂം എല്ലാം അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാനിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി എടുത്തതാണ്. അത് കഴിഞ്ഞേച്ച് നമുക്ക് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളി ചേർക്കുന്നതാണ്. ചെറിയ ഉള്ളി ഞാൻ ഒത്തിരി നടന്ന് എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ സവാള ചേർത്ത് കൊടുക്കുകയാണ്. കനം കുറച്ച് നീളത്തിലരിഞ്ഞ് സവാള. പിന്നെ തേങ്ങാക്കൊത്ത് നമുക്ക് എത്ര വേണോ അത്ര ഇടാമേ. ഞാനിവിടെ കുറച്ചേ ഇടുന്നുള്ളൂ. അതും കൊണ്ടിട്ട് നമുക്ക് നന്നായി ഫസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്യാം, ചെറുതായിട്ടൊന്ന്. ഇതിന് വെള്ളം ഒരു ശകലം പോലും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഇത്രയും ഇത് കാണുന്നുണ്ട്. നമ്മളൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ഇച്ചിരിയും ആകും, കുറച്ചായിക്കോളും ഇതങ്ങ്. ആദ്യം നമുക്കൊന്ന് ഇളക്കി ഇതെല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ അതിൽ നിന്നും വെള്ളം ഇറങ്ങി ആ വെള്ളത്തിൽ തന്നെയാണ് ഇത് വേകേണ്ടത്. നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല ഇതിന്. കണ്ടോ, നമ്മളിതിനകത്ത് വെള്ളം ഒന്നും ഒഴിച്ചില്ല. പക്ഷേങ്കിൽ ഇതിനകത്തെ വെള്ളം കണ്ടോ, അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നു. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പം മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പം പിള്ളേരും കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ നമുക്ക് മുളക് പൊടി ഇടുന്നതാണ് നല്ലത്. കാരണം അവർക്ക് കഴിക്കാൻ കിട്ടത്തില്ല ഇത്. അപ്പോൾ എരിവിന് അവരവരുടെ ആവശ്യത്തിന് എത്ര വേണോ അത്ര ഇടാം. ഇതിന് എരിവില്ല, കാശ്മീരി ചില്ലിയാണ്. എരിവില്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനൊരു ശകലം പോലും എരിവാകാൻ പറ്റത്തില്ല. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടും. പിന്നെ നമ്മൾ ചേർക്കുന്നത് പെരിഞ്ജീരകമാണ്. അതാകുമ്പോൾ നല്ലൊരു മണം കിട്ടും. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. എപ്പോഴും ഉപ്പ് കുറച്ച് ചേർക്കുക. കാരണം ഇത് വെന്ത് വരുമ്പോൾ ശകലേ കാണത്തുള്ളൂ. അത് കാരണം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഏറ്റവും കുറച്ചിടുക. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒന്നും കൂടെ വേവിക്കാം. കാളാൻ ഫ്രൈ അല്ല, ഈ മഷ്റൂം ഫ്രൈ എല്ലാം പെട്ടെന്നാകും. ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ വേകാനൊന്നും സമയം വേണ്ട. നമുക്ക് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ അടച്ചു വെക്കുമ്പോൾ നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇവിടെ മഷ്റൂം എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഇനി ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം എണ്ണയൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഒഴിക്കാം. ചിലർക്ക് എണ്ണ ഒഴിച്ച് നല്ല
നമ്മൾ എത്ര ഫ്രൈ ചെയ്താലും ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇത് വരത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ കർമുറാന്ന് ആ രീതിയിൽ മഷ്റൂം ഒരിക്കലും വരത്തില്ല. പിന്നെ നമുക്ക് എത്ര എണ്ണ വേണോ അത്ര എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒന്നും നോക്കിയില്ല, കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു. പക്ഷെ കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു ദിവസം പെട്ടെന്ന് കഴിച്ച് എനിക്കിത് അലർജിയായി. അതുകൊണ്ടാണ്. എൻ്റെ ഹസ്ബൻഡ് പറയരുതെന്ന്. കാരണം ചിലർക്ക് ഇതാകത്തില്ല. ആകാത്തവരത് കഴിക്കാൻ പോവരുത്. അതുകൊണ്ടാണ്. ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഞാനായിരുന്നു, പെട്ടെന്ന് അലർജി ആയിപ്പോയി. പറയരുതെന്ന് പറയുന്നത് എന്തിനാ? അപ്പൊ എല്ലാവരും വാരിക്കോരി തിന്നു ആയെങ്കിലും എന്നെ എടുക്കും. അതിന് അലർജി ഉണ്ടെന്നുള്ളത് അറിയും അപ്പോഴേ. നമുക്ക് ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. ഈ എണ്ണയെല്ലാം ഇവിടെ ഭയങ്കര തണുപ്പാണ്. അത് കാരണം അങ്ങ് ഉറഞ്ഞിരിക്കുക, വീഴാൻ പാട്. ഇത് കൊച്ചുള്ളിയാണെങ്കിൽ, നമ്മുടെ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക്. ഇപ്പോൾ ഉള്ളി ഇപ്പോൾ അത് കിട്ടിയില്ല. ഞാൻ കുറേ കടകൾ കയറി ഇറങ്ങി. ഇവിടെ അത് കിട്ടാൻ പാടാ. പിന്നെ ഉള്ളത് തീരെ പൊടിയാണ്. അതെനിക്ക് സമയമില്ല അത് കുത്തിയിരുന്ന് പൊളിക്കാനും അരിയാനും ഒന്നും. നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്തൊന്നും കൂടെ ഒന്ന് ഫ്രൈ ആകട്ടെ. ഇച്ചിരി നേരം കൂടെ നമുക്കിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതുവരെ കറിവേപ്പില ഇട്ടില്ലായിരുന്നു. എനിക്ക് ഏറെ ഇച്ചിരി കറിവേപ്പില ഇടുന്നത് വലിയ ഇഷ്ടമാണ്. നല്ല മണമൊക്കെ പച്ചക്കറിവേപ്പില. ഇപ്പം എത്ര ദിവസം ഇരുന്നാലും ഈ തണുപ്പിന് കറിവേപ്പില ഉണങ്ങുന്നില്ല. ഉണങ്ങത്തില്ല. ഇത് കുറച്ച് ദിവസം ആയതാണ്, 4-5 ദിവസത്തിൽ കൂടുതലായതാണ് കരിവേപ്പില. പക്ഷേ ഉണങ്ങത്തില്ല. നല്ല വേണ്ട, ഇപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ. അങ്ങനെ നമ്മുടെ മഷ്റൂം ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു പാത്രം ഫുള്ള് എടുത്തതാണ്. ഇത് വന്നപ്പോൾ കണ്ടോ, ഇച്ചിരി കാണത്തുള്ളൂ. ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ്. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.